പ്രധാനമായ ഒരു വാർത്ത പുറത്തു വരുന്നത് നമുക്കറിയാം. ട്രംപ് കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഒരു സമാധാനപ്രിയനായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇനിയൊരു ചർച്ചയ്ക്കുമില്ല എന്ന് ഇപ്പോൾ സ്വരം കടുപ്പിക്കുകയാണ് ഇറാൻ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരികയാണ്. 2029 ജനുവരി 29 വരെയാണ് പ്രസിഡന്റ് പദത്തിൽ ട്രംപിന്റെ കാലാവധി. അത് തീരും വരെ ഇറാൻ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നാണ് പാർലമെന്റ് കാര്യ സ്പീക്കർ, അവിടുത്തെ ശക്തനായ നേതാവ് കൂടിയായ മുഹമ്മദ് ഖാബർ ഖാലിഗാഫ് വ്യക്തമാക്കുന്നത്. ട്രംപ് പോട്ടെ, അടുത്ത പ്രസിഡന്റ് വരട്ടെ, എന്നിട്ടാകാം ചർച്ച എന്നാണ് ഇപ്പോൾ ഇറാന്റെ നിലപാട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇറാനുമായി ഡീലിലെത്താൻ ഒരിക്കലും അമേരിക്ക കഴിയില്ല എന്ന് പറയുമ്പോൾ US-ഉമായി ഇറാൻ ചർച്ച നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വിദേശകാര്യമന്ത്രി പൂർണ്ണമായും തള്ളുന്ന ഒരു പശ്ചാത്തലം കൂടി ഒരുങ്ങി വരികയാണ്. ഇടനിലക്കാർ വഴി ഭാഗികമായ ചർച്ചകൾ മാത്രം തുടരുന്നുണ്ട് എന്നും നേരിട്ട് ചർച്ചയില്ല എന്നും അബ്ബാസ് അരഗ്ചിയും വ്യക്തമാക്കുന്നു. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹോർമുസ് തുറക്കണമെങ്കിൽ ഇപ്പോൾ തങ്ങൾക്ക് എതിരെയുള്ള നാവിക ഉപരോധമടക്കം പൂർണ്ണമായും പിൻവലിക്കാതെ അക്കാര്യത്തിലും അനുരഞ്ജനമില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയാണ് ഇറാൻ. അതാണ് ഇറാൻ സ്വരം കടുപ്പിക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട വിവരം. വിനോദ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഒരു തരത്തിലുമുള്ള അനുരഞ്ജനത്തിലില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ട്രംപും അമേരിക്കയും വെട്ടിലാവുകയാണ്. ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്നതിലും അനിശ്ചിതത്വമാണ്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ആയുധ ശേഖരത്തിലെ കുറവ്. മിസൈലുകൾ ഉൾപ്പെടെ ഗണ്യമായി അവർക്ക് നഷ്ടപ്പെടുന്നു. F-35 വിമാനങ്ങളുടെ തകർച്ച, ഇതെല്ലാം തന്നെ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേലിനെ കൂടി സഹായിക്കേണ്ട ബാധ്യത നേരത്തെ പറഞ്ഞതുപോലെ $7 ബില്യൺ ആയുധങ്ങൾ നൽകുന്നു. മാത്രമല്ല, ആഗോളതലത്തിലുണ്ടാകുന്ന എണ്ണ പ്രതിസന്ധി, ഇത് മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരുന്ന വില ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് അമേരിക്ക ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ പല രാജ്യങ്ങൾക്കും ഇളവ് നൽകേണ്ട നിലയിലേക്ക് അമേരിക്ക പോകുന്നു. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരത്തെ ഏർപ്പെടുത്തിയ തീരുവകളിൽ ഇളവ് വരുത്താൻ ട്രംപ് അങ്ങനെ ഒരു സമ്മർദ്ദത്തിലേക്ക് പോവുകയാണ്. അവിടെയൊക്കെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദമുണ്ട്. പ്രത്യേകിച്ച് നാറ്റോയിൽ സഖ്യരാജ്യമാണ് അമേരിക്ക. യൂറോപ്യൻ രാജ്യങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഹോർമൂസിൽ മാത്രമല്ല, ചെങ്കടലിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എണ്ണയുടെ സഞ്ചാരം അല്ലെങ്കിൽ ആ കപ്പലുകളുടെ സഞ്ചാരം പൂർണ്ണമായി തടസ്സപ്പെടുന്നു. ഇതെല്ലാം തന്നെ എല്ലാ രാജ്യങ്ങളിലും വിലക്കയറ്റം ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ബാധ്യത വന്നു വീഴുന്നത് ട്രംപിന് മേലേക്കാണ്. ലോകത്തിന് മുന്നിൽ അങ്ങനെ ഒരു പ്രതിച്ഛായയിലേക്ക് പോകുന്നത് ട്രംപ് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഏത് വിധേനയും ഹോർമുസ് തുറക്കുക എന്നൊരു നിലയിലേക്ക് ട്രംപ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ്, അതായത് പഴയ ആവശ്യമായ ആണവായുധങ്ങൾ നിർമ്മാണത്തിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകേണ്ട, യുറേനിയം സമ്പുഷ്ടീകരണം വേണമെങ്കിൽ തുടരാം, ഹോർമുസ് തുറന്നാൽ മാത്രം ഈ കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കാം എന്ന നിലപാടിലേക്ക് ട്രംപ് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും അവിടെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ട്രംപിനെ ഒരു വഞ്ചക പരിവേഷം കൊടുത്ത് ഇപ്പോൾ ഒറ്റയ്ക്ക് യുദ്ധത്തിന് പുറപ്പെടുന്നത്. തന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നൊരു വികാരം നെതന്യാഹു പങ്കുവയ്ക്കുന്നത്. ട്രംപിനെ സംബന്ധിച്ച് ഇറാനിലെ നേതാക്കളെയും അദ്ദേഹം അങ്ങനെ കടുത്ത ഭാഷകൾ ഉപയോഗിച്ച് വിമർശിച്ചിരുന്നു, അല്ലെങ്കിൽ മോശം പദങ്ങൾ ഉപയോഗിച്ചിരുന്നു. അത് നെതന്യാഹുവിന് നേരെയും ട്രംപ് ഉപയോഗിച്ചു. അതായത് സഖ്യരാജ്യമെന്നോ ശത്രുരാജ്യമെന്നോ ഇല്ല, ട്രംപിൻ്റെ താല്പര്യങ്ങൾ നോക്കുന്നു. ഇപ്പോൾ ട്രംപ് ഇറാനോട് പറയുന്നത്, നിങ്ങൾ ഹോർമുസ് തുറക്കൂ, മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, ആണവ നിർവ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം, നിങ്ങൾ ഹോർമുസ് തുറന്നാൽ മാത്രം മതി, നിങ്ങളുടെ തുറമുഖങ്ങളുടെ ഉപരോധം മാറ്റിത്തരാം, ഇറാൻ്റെ തുറമുഖങ്ങൾ സുഗമമായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കാം, ഘട്ടം ഘട്ടമായി ഈ മരവിപ്പിച്ചിരിക്കുന്ന വസ്തുവകൾ ഇറാന് തിരിച്ചു നൽകുക. അങ്ങനെ വളരെ വലിയ അല്ലെങ്കിൽ ഒരു ലളിതമായ ചില നിർദ്ദേശങ്ങളുമായി, ഇറാന് വലിയ തരത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത ചില നിർദ്ദേശങ്ങളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇറാൻ അവിടെ കാര്യങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കുകയാണ്. ഇറാൻ പറയുന്നതാകട്ടെ, ഏറ്റവും ഒടുവിൽ ഈ ഉപരോധത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള അവരുടെ നിക്ഷേപം ഏതാണ്ട് $24 ബില്യൺ നിക്ഷേപമുണ്ട്. അത് ഏറ്റവും ഒടുവിൽ മരവിപ്പിച്ചതാണ്. അതടക്കമുള്ള കാര്യങ്ങൾ തിരികെ നൽകണം. മാത്രമല്ല, ഈ യുദ്ധക്കെടുതി ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെയൊക്കെ തന്നെ നഷ്ടപരിഹാരം ലഭിക്കണം എന്ന കാര്യമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇറാൻ അങ്ങനെ കാര്യങ്ങൾ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ്. മാത്രമല്ല, ചില പരിഹാസങ്ങൾ കൂടിയുണ്ട്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ, ട്രംപിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. 2029 തുടക്കമാകുമ്പോൾ അടുത്ത പ്രസിഡന്റ് വരും. ആ സമയത്ത് ആ പ്രസിഡന്റുമായി സംസാരിക്കാം, അല്ലാതെ ട്രംപിനോട് സംസാരിച്ച് സമയം കളയേണ്ടതില്ല എന്ന കാര്യമാണ് ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഖാലിബാഫ് മാത്രമല്ല, അത് അരഗാച്ചി ആകട്ടെ, പെസഷ്കിയാൻ ആകട്ടെ, ഇവരെല്ലാം തന്നെ ഈ ട്രംപിനെ ഒരു കണക്കിന് പരിഹസിക്കുന്ന തരത്തിലേക്ക് കൂടി അവരുടെ വാക്കുകൾ മാറുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധേയമായത്. അതായത് US-നോട് ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് ഇറാൻ മാറുന്ന ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ദിവസം പ്രതിരോധ സെക്രട്ടറിയെ മാറ്റി ഇറാന്റെ പരമോന്നതമായ ആയത്തുള്ള അലി ഖമനേയി, മുസ്തഫ ഖമനേയി പ്രധാനമായും ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഇന്നലെ സൈന്യത്തിന്റെ തലപ്പത്ത് വലിയ അഴിച്ചുപണി നടത്തി, യുദ്ധ
യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും നിർണായക നീക്കമായി ഇത് മാറുകയാണ്. മേജർ ജനറൽ പൈലറ്റ് അലി അബ്ദുല്ലാഹിയെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായി നിയമിച്ചു. ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയെ പുതിയ കമാൻഡർ ഇൻ ചീഫായി നിയമിച്ചു. ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റേസ ഖറായി അഷ്താനിയെ പുതിയ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫാക്കി. മേജർ ജനറൽ മുഹമ്മദ് പക്പോർ കമാൻഡറാകും. പ്രതിരോധ മന്ത്രിയായി ബ്രിഗേഡിയർ ജനറൽ അസീസ് നാസിർ സാദേഹിനെയും മുസ്തഫ ഖമേനി നിയമിക്കുകയാണ്. ബ്രിഗേഡിയർ ജനറൽ ഖോളെ റസ മെഹ്റാബി സൈന്യത്തിന്റെ ഡെപ്യൂട്ടി കോർഡിനേറ്റർ ആയി. അതായത് ട്രംപിനെ എതിർക്കുന്ന, ട്രംപുമായി ചർച്ചയ്ക്ക് ഒരു തരത്തിലും സന്നദ്ധരാവാത്ത നേതാക്കളാണ് അല്ലെങ്കിൽ സൈനിക തലവന്മാരാണ് ഇപ്പോൾ തലപ്പത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണണം. അമേരിക്കയുമായി ഒരു അനുരഞ്ജനത്തിനുമില്ല എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഈ മുന്നറിയിപ്പ് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.